തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ പെൺകുഞ്ഞിനെ അരുംകൊല ചെയ്തതിന്റെ നടുക്കത്തിലാണ് കേരളക്കര മുഴുവനും. ഈ ഒരു വാർത്ത പറയാൻ തന്നെ വളരെ ദുഃഖമുണ്ട്. ആ കുഞ്ഞിന്റെ തലയിൽ ഒരു തൊപ്പി വെച്ചുകൊണ്ടുള്ളൊരു പടമുണ്ട്, പേപ്പർ കൊണ്ടുള്ളൊരു തൊപ്പി. ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിന് അത്രത്തോളം വിഷമം. കുഞ്ഞുങ്ങളുള്ളവർക്കും കൊച്ചുമക്കളുള്ളവർക്കും കുഞ്ഞുങ്ങളില്ലാത്തവർക്കും ഒക്കെയും അതേ സങ്കടം തന്നെയായിരിക്കും. അതിനെ ജീവനോടുകൂടി കിണറ്റിൽ എറിഞ്ഞു എന്നുള്ളതാണ് സഹിക്കാൻ കഴിയാത്തൊരു കാര്യം. ബാലരാമപുരം സ്വദേശികളായ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും മകളാണ് 2 വയസ്സുകാരിയായ ദേവേന്ദു. ഇവർക്ക് 2 മക്കളാണ്. മൂത്തതും ഒരു മകളുണ്ട്. ഏകദേശം 3-4 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ട്. രണ്ടാമത്തെ മകളാണ് ഈ 2 വയസ്സുള്ള ദേവേന്ദു. ശ്രീതുവിന്റെ സഹോദരനായ ഹരികുമാർ, അയാളും അതേ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഒരു മരിച്ച കുഞ്ഞിന്റെ വല്യമ്മ, അവരും അതേ വീട്ടിലുണ്ടായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ കൂടെ കിടന്നുറങ്ങിയ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വരുന്നു. പോലീസും സംഭവസ്ഥലത്തെത്തി. നാട്ടുകാരും വരുന്നു. വീടും പരിസരവും ഒക്കെ നോക്കി. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പുറത്തു നിന്നും ആരും അകത്തേക്ക് വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലും കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടുമില്ല. ഫയർഫോഴ്സ് വന്ന് കിണർ പരിശോധിച്ചപ്പോഴാണ് 2 വയസ്സുകാരിയായ ദേവേന്ദു ആ കിണറിനുള്ളിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. സത്യം പറഞ്ഞാൽ കണ്ടു നിന്നവർക്ക് പോലും വിശ്വസിക്കാനാകാത്തൊരു കാഴ്ചയായിരുന്നു അത്. തൊട്ടു മുൻപുള്ള ദിവസം പോലും എടുത്ത് ലാളിച്ച് നടന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് മരിച്ച അവസ്ഥയിൽ. തീർച്ചയായും ആർക്കും അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനാകില്ല. കുഞ്ഞിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. കുഞ്ഞ് മുങ്ങി മരിച്ചതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. തുടക്കം മുതലേ ഈ ഒരു കേസിൽ പോലീസിനും സമീപവാസികൾക്കും ഒരുപാട് സംശയവും ദുരൂഹതയും ഉണ്ടായിരുന്നു. പോലീസ് വളരെ വിദഗ്ധമായി കേസ് അന്വേഷണം ആരംഭിച്ചു. ആ കിണർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരിക്കലും 2 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ നടന്നുപോയി അതിൽ തനിയെ എടുത്ത് ചാടാനോ വീഴാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ ഒരു സംശയമുണ്ടായിരുന്ന പോലീസ് ആദ്യത്തെ പ്രതിപട്ടികയിൽ ദേവേന്ദുവിന്റെ അച്ഛൻ ശ്രീജിത്ത്, അവളുടെ അമ്മ ശ്രീതു, അമ്മാവൻ ഹരികുമാർ, ദേവേന്ദുവിന്റെ മുത്തശ്ശി, ഇവർ 4 പേരെയും സംശയ ലിസ്റ്റിൽ ചേർത്തു. കാരണം അതൊരു കൊലപാതകമാണെന്ന് പ്രഥമ ദൃഷ്ടിയെ തന്നെ പോലീസിന് മനസ്സിലായി. ആ കുഞ്ഞിന് ഒരിക്കലും പോയി കിണറ്റിൽ ചാടാൻ സാധിക്കില്ല. ദേവേന്ദുവിന്റെ അച്ഛനും അമ്മയും ശ്രീജിത്തും ശ്രീതുവും ഒന്നിച്ചല്ല ജീവിക്കുന്നത്. അവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവർ 2 പേരും മാറിയാണ് താമസിക്കുന്നത്. ഒരു 2 ആഴ്ചയ്ക്ക് മുൻപാണ് ശ്രീതുവിന്റെ അച്ഛൻ മരിച്ചത്. അതിന്റെ 16 അടിയന്തര ചടങ്ങ് നടക്കുകയായിരുന്നു. ആ ചടങ്ങ് കൂടാനാണ് ശ്രീജിത്ത് വീട്ടിലേക്ക് വന്നത്. അതേ ദിവസമാണ് ഈ ഒരു ദാരുണമായ സംഭവം നടന്നത്. ഇവരെ ഇത്ര പേരെയും ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഈ പറയുന്ന അമ്മാവൻ, അതായത് ശ്രീതുവിന്റെ നേർ ആങ്ങളയായ ഹരികുമാർ, അതുപോലെ ശ്രീതുവിന്റെ, ഇവർ 2 പേരുടെയും മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ടായിരുന്നു. തുടർന്ന് ഇവരുടെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചു. അപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ, ശ്രീതുവും ഹരികുമാറും തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലായത്. നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ, കേരളക്കരയാകെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പിന്നീട് പുറത്തു വന്നത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ഒരു തരത്തിലും സഹകരിച്ചില്ല. പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്തു. ആ കുഞ്ഞ് മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം, അന്നത്തെ ദിവസം രാത്രി, ഈ ഹരികുമാറും ശ്രീതുവും തമ്മിൽ സംസാരിച്ച ആ ചാറ്റ് പോലീസ് കണ്ടെടുത്തു. പോലീസിന് പോലും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവർക്ക് തന്നെ വലിയ കൺഫ്യൂഷനായി. ഇതെന്താണ്? ഇതിങ്ങനെയാണോ ഇല്ലയോ, ഇതൊക്കെ ഉള്ളതാണോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ വന്നു. അവസാനം ഹരികുമാർ തന്നെ സമ്മതിച്ചു, താൻ തന്നെയാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്ന്. അതും ഈ ഹരികുമാർ കുഞ്ഞിനെ കൊന്നതിന് ശേഷം കൊണ്ടുപോയി കിണറ്റിലിട്ടതല്ല, ആ കുഞ്ഞിനെ ജീവനോടുകൂടി എടുത്ത കിണറിലിട്ടു. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ അമ്മാവൻ കുറ്റം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാലും അതിനുള്ള കാരണമായിരുന്നു പോലീസിനടുത്ത് അറിയേണ്ടിയിരുന്നത്. ഏതൊരു കൊലപാതകത്തിനും തീർച്ചയായും തക്കതായ ഒരു മോട്ടീവ് ഉണ്ടാവും, ഇന്റൻഷൻ ഉണ്ടാകും. എന്തുകൊണ്ട് ഇയാൾ ഇത് ചെയ്തു? അവനോടത് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്ന രീതിയിൽ, ഒരു പരിഹാസ രീതിയിലായിരുന്നു അയാൾ സംസാരിച്ചത്. തുടക്കത്തിൽ ഇത് ഇവരുടെ കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാകാം എന്നുള്ള തരത്തിൽ വാർത്ത വന്നിരുന്നു. പക്ഷേ ഈ കുഞ്ഞിനെ കൊന്നാൽ മാത്രമേ ഇവരുടെ ഈ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇല്ലാതാവുകയുള്ളൂ.
അതായത് ഈ കുഞ്ഞ് ജനിച്ചതോടു കൂടിയാണ് ഈ ഒരു കുടുംബത്തിൽ അധിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ ഇതൊരിക്കലും പോലീസിന് വിശ്വാസയോഗ്യമായിരുന്നില്ല. ഇതിനുള്ളിൽ നമുക്കൊരിക്കലും പുറത്തു പറയാൻ സാധിക്കാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവിഹിത ബന്ധത്തിന്റെ കാര്യമുണ്ട്. പോലീസ് അവസാനം എത്തിയത് ഏറെ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ശ്രീതുവിന്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നത്, അവളുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട്. തുടർന്ന് ഇവർ രാത്രി ഒരുമിച്ച് ഒരു മുറിയിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത സഹോദരനായ ഹരികുമാർ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ പുലർച്ചെ കുഞ്ഞിനെ കിണറ്റിലേക്ക് എടുത്ത് എറിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഈ ഒരു മരണത്തിൽ ഈ പറയുന്ന അമ്മയായ ശ്രീതുവിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മകളെ കൊന്ന ഒരു വ്യക്തിയെ ഒരമ്മ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് മൊഴി നൽകില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം മകളെ കൊന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് ഒരമ്മയും ഒരിക്കലും മൊഴി കൊടുക്കില്ല. പക്ഷെ ഈ സ്ത്രീ മൊഴി കൊടുത്തിട്ടുണ്ട്. സ്വന്തം സഹോദരനെ, അല്ലെങ്കിൽ എന്ത് പേരിൽ വിളിക്കണമെന്ന് പോലും അറിയില്ല ഈ ഒരു ബന്ധത്തെ, അയാളെ രക്ഷിക്കാൻ അവന് സപ്പോർട്ടായി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ത്രീയെ കുറിച്ച് പറയണമെങ്കിലും അവരും അത്ര നല്ലവരൊന്നുമല്ല. പല പണമിടപാടുകളും മാരക തട്ടിപ്പുകൾ നടത്തിയിരുന്ന സ്ത്രീയാണെന്നാണ് പരിസരവാസികളും നാട്ടുകാരും എല്ലാം പറയുന്നത്. ഈ ഹരികുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതേ വഴി തന്നെയാണ്, അവിവാഹിതനാണ്. പക്ഷേ പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു, പല കേസുകളിലും ഇയാൾ മുൻപ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സഹോദരിയെ പലതരത്തിൽ പ്രേരിപ്പിക്കുകയും അതുപോലെ തന്നെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ശ്രീതു അല്ലെങ്കിൽ ഹരികുമാർ ഇവർ നല്ലവരുടെ ലിസ്റ്റിൽ ചേർക്കാനേ സാധിക്കില്ല. ഇതിനകത്ത് ഈ ഭർത്താവ് ശ്രീജിത്തിനെയും ശ്രീതുവിന്റെ അമ്മയെയും ചോദ്യം ചെയ്തതിനു ശേഷം വെറുതെ വിട്ടിട്ടുണ്ട്. കാരണം അവരുടെ മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം കാണാത്തതിന്റെ പേരിലായിരിക്കാം വെറുതെ വിട്ടത്. പക്ഷേ വേറൊരു തരത്തിലോട്ടാണ് പിന്നീട് ഈ ഒരു കേസ് പോകാൻ തുടങ്ങിയത്. ഇതിന് മന്ത്രവാദവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഒരു സംശയമായിരുന്നു കേസിനകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പറയണമെങ്കിൽ ഈ ഒരു ഹരികുമാർ അയാൾ അന്ധവിശ്വാസിയാണ്, ബ്ലാക്ക് മാജിക്കിലൊക്കെ വിശ്വസിക്കുന്നയാളാണ്. മാനസികമായും ഇയാൾ വളരെ വ്യത്യസ്ത ധ്രുവത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. നോർമലായ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയല്ല ഇയാൾ ചെയ്യുന്നത്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിടുന്നതിന് മുൻപ് ആ വീടിനുള്ളിൽ, ഈ ഹരികുമാറിന്റെ മുറിക്കുള്ളിൽ തീയൊക്കെ കത്തിച്ചിരുന്നു. അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള എന്താ പറയുക, അവിടെ ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷമാണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ടു എന്നൊക്കെ വളരെ വിചിത്രമായ കാര്യങ്ങളും ഇയാൾ പറഞ്ഞിരുന്നു. കൂടാതെ അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം, ജ്യോത്സ്യൻ പറഞ്ഞിട്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന രീതിയിലും അയാൾ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ജ്യോത്സ്യനെ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിനിയെ കസ്റ്റഡിയിലെടുത്തു. ദേവിദാസൻ എന്ന പേരുള്ള പൂജാരിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ ദേവിദാസനും ഈ ശ്രീതു അതുപോലെ തന്നെ ഹരികുമാർ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായത്. ഇനി ഈ പൂജാരിയുടെ ഹിസ്റ്ററിയും നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം എല്ലാവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും ഈ ഒരു കേസിൽ തീർച്ചയായും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ പൂജാരി ഇയാൾ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ 2ഉം നല്ല രീതിയിലല്ല വിവാഹം കഴിച്ചത്. ഈ സ്വാമിക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ, അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ടായ മരണമാണോ ഇത് എന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ വലിയ സംശയ ലിസ്റ്റിലും ആ ചോദ്യങ്ങളുണ്ട്. കൂടാതെ ശ്രീതു നൽകിയ മൊഴിയിലും ഒരു കാര്യം വ്യക്തമാണ്. അവൾ പറഞ്ഞത് 30 ലക്ഷം രൂപ ഇതുപോലെ ദേവിദാസിന് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നൽകിയതല്ല തട്ടിയെടുത്തതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു 30 ലക്ഷം രൂപ കാണാതായി എന്ന് പറഞ്ഞ് പോലീസിൽ ചില ദിവസങ്ങൾക്ക് മുൻപ് ശ്രീതു ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. എന്നിട്ട് അവർ തന്നെ അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു. ആ 30 ലക്ഷം ദേവിദാസിന് കൊടുത്തു എന്ന രീതിയിലായിരുന്നു പിന്നീട് ശ്രീതു മൊഴി നൽകിയത്. അപ്പോൾ ഈ 30 ലക്ഷം രൂപ ഒരു പൂജാരിക്ക് എന്തിനു കൊടുക്കണം? അവിടെ മനസ്സിലാകാത്തത് അത്രയും വലിയൊരു തുക നൽകേണ്ട എന്ത് കാര്യമാണ് അവിടെ ഉണ്ടായത്? അല്ലെങ്കിൽ അത്ര വലിയ എന്തെങ്കിലും പരിപാടി, ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടോ? എന്താണ് ശ്രീതുവും ഹരികുമാറും ദേവിദാസും തമ്മിലുള്ള ബന്ധം? സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പൂജാരികളെയാണ് ഇവിടെ നിരോധിക്കേണ്ടത്. ഇവരീ പറയുന്നതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ചുമ്മാ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. അത് വിശ്വസിക്കാൻ കുറെ ഇതുപോലുള്ള ആളുകളുമുണ്ട്. ഇന്നത്തെ കാലത്തിൽ ഏത് കൊലപാതകം സംഭവിച്ചാലും അതിന് പുറകിൽ ഇങ്ങനെയുള്ള കുറെ അന്ധവിശ്വാസങ്ങളും കുറെ പൂജാരിമാരും മന്ത്രവാദിനികളും ഒക്കെ കാണും. ഈ പറയുന്ന ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും അച്ഛൻ മരിച്ച ഒരു 16 അടിയന്തര ചടങ്ങിന്റെ അന്നാണ് ഈ കുഞ്ഞിനെയും കൊല്ലുന്നത്.
അതിനാൽ മരിച്ച അച്ഛൻ്റെ മരണത്തിലും ആളുകൾക്ക് സംശയമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഫിസിക്കലി വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടൊന്നും ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അവസാന സമയത്ത് അദ്ദേഹത്തിന് 2 പല്ലുകൾ പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്വാഭാവിക മരണമാണെങ്കിൽ അങ്ങനെ പല്ല് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിലും സംശയമുണ്ട്. പറയാൻ പറ്റില്ല. ഈ ദുർമന്ത്രവാദവും അന്ധവിശ്വാസവും തലയിൽ കയറിയിട്ട് ആദ്യം അച്ഛനെ കൊല്ലണം, അത് കഴിഞ്ഞിട്ട് കൊച്ചുമകളെയും കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതിന് മകളായ ശ്രീധുവും കൂട്ടുനിന്നിട്ടുണ്ടാകാം. ചുരുക്കി പറഞ്ഞാൽ കുടുംബം മുഴുവനും ഇത് തന്നെ. എത്ര കൊലപാതകങ്ങളാണ് ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഒരു സംഭവത്തിലൂടെ കേരളത്തിൽ പക്വതയില്ലാത്ത, സംസ്കാരമേ ഇല്ലാത്ത ഒരു സമൂഹം പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ ഇപ്പോഴും ഈ ഒരു കേസിനകത്ത് ആ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ മോട്ടീവ്, ഇന്റൻഷൻ എന്താണെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. വരും ദിവസങ്ങളിൽ തീർച്ചയായും അതിൻ്റെ ചുരുളഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ചെറിയ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ കാരണം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.